വർഷങ്ങളായി നടന്നു വരുന്ന മീം കവിയരങ്ങിൻ്റെ ഭാഗമായി ഈ 7th എഡിഷനിൽ വ്യത്യസ്ത മേഖലകളെക്കുറിച്ചുള്ള ചില ചർച്ചകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി വാണിജ്യം, നിയമം, വൈദ്യശാസ്ത്രം തുടങ്ങി വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതോടൊപ്പം വൈദ്യശാസ്ത്ര മേഖലയിലെ പ്രവാചക പാഠങ്ങൾ എന്തൊക്കെയാണ്, ഒരാരോഗ്യകരമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയുള്ള മനുഷ്യന് വേണ്ടിയുള്ള എന്തൊക്കെ അധ്യാപനങ്ങളാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മനുഷ്യകുലത്തിന് നൽകിയിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എന്തൊക്കെ അധ്യാപനങ്ങളാണ് വൈദ്യശാസ്ത്ര മേഖലയ്ക്ക് മുന്നോട്ട് കുതിക്കാനുള്ള മാർഗമായി മാറിയിട്ടുള്ളത് തുടങ്ങിയുള്ള കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ആരോഗ്യ മേഖലയിലെ ആരോഗ്യ ജീവിതത്തിൻ്റെ പ്രവാചക പാഠങ്ങളെക്കുറിച്ചാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. ഇതിൽ ടൈഗ്രീസ് വാലിയുടെ മാനേജിംഗ് ഡയറക്ടറായ UK മുഹമ്മദ് ഷെരീഫ് സാർ, ഇംതിബിഷ് ഹെർബൽസ് പ്രൊജക്ട് ഡയറക്ടർ മുസമിലുനിസ് ഡോക്ടർ, ഇവരാണ് നമ്മോടൊപ്പം ഉള്ളത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ദ ടോട്ടൽ വെൽബീയിങ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്, ഫിസിക്കലായും മെൻ്റലായും സോഷ്യലായും ഒരു മനുഷ്യൻ പൂർണ്ണമായും വെൽബീയിങ് ആകുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ശരിയായ സുഖകരമായ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഒരാൾ ആരോഗ്യകരമായ അല്ലെങ്കിൽ ആരോഗ്യവാനാവുക, അല്ലെങ്കിൽ ഒരു ഹെൽത്തി മാൻ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ അധ്യാപനങ്ങൾ എടുത്തു നോക്കുമ്പോഴും ഫിസിക്കലായും മെൻ്റലായും സോഷ്യലായുമുള്ള സ്പിരിച്വലായുമുള്ള ഒരുപാട് ആരോഗ്യകരമായ അധ്യാപനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ അധ്യാപനങ്ങളെല്ലാം ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ, ഒരു ആരോഗ്യകരമായ സമൂഹത്തെ വാർത്തെടുക്കാൻ പ്രാപ്തമായിട്ടുണ്ട് എന്ന് തന്നെയാണ് മദീനയിലെ ഓരോ ചരിത്രങ്ങളും നമുക്ക് മനസ്സിലാക്കുന്നത്. ഈജിപ്തിലെ ഒരു രാജാവ്, മുക്കോക്കിസ് രാജാവ്, ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തയക്കുന്നതോടൊപ്പം ഒരു ഡോക്ടറെ കൂടി പറഞ്ഞയക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി നൽകുന്നത്, ഇവിടേക്ക് ഡോക്ടറെ ആവശ്യമില്ല, ഇവരെ നിങ്ങൾ തിരിച്ചെടുത്തോളൂ, ഞങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ആരോഗ്യകരമായ രീതിയിൽ ജീവിക്കാൻ പഠിച്ച ഒരു സമൂഹമാണ് എന്നുള്ളതാണ്. ഇവിടെ ആർക്കും രോഗങ്ങൾ വരാറില്ല, ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ പ്രാപ്തമായൊരു സമൂഹമാണ് എന്നുള്ളതാണ് അവർക്ക് നൽകിയ മറുപടി. രോഗങ്ങൾ വന്ന് ചികിത്സിക്കുന്നതിനപ്പുറത്തേക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള, രോഗങ്ങളില്ലാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ മാത്രം ശേഷിയുള്ള ഒരു സംവിധാനത്തെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ട് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇങ്ങനെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സമൂഹത്തെ, ഏറ്റവും സോഷ്യലിയും മെൻ്റലിയും ഫിസിക്കലിയും വെൽബീയിങ് ആയ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തയ്യാറായപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാണ് അതിനു വേണ്ടിയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനങ്ങൾ, എന്തൊക്കെ അധ്യാപനങ്ങളായിരിക്കണം അതിന് പ്രയോജനമായിട്ടുണ്ടാവുക, എന്തൊക്കെ അധ്യാപനങ്ങളായിരിക്കും അങ്ങനെ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ സഹായമായിട്ടുണ്ടാവുക. അസ്സലാമു അലൈക്കും. ഏറ്റവും ആദരം നിറഞ്ഞ ഡോക്ടർ ഷെരീഫ് സർ, സഹൽ, പ്രിയപ്പെട്ട കൂട്ടുകാർ, മീമിൻ്റെ കീഴിൽ ഈ ഒരു വർഷം ഇങ്ങനൊരു ടോപ്പിക്ക് ചർച്ച ചെയ്യപ്പെടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ ടീമിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നേരത്തെ ഡോക്ടർ സഹൽ പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ടാകും മദീന ഈ ഒരു ഡോക്ടറെ തിരിച്ചയക്കുന്ന രൂപത്തിലേക്ക് ആരോഗ്യരംഗത്ത് പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നേരത്തെ അറബ് സ്ഥലങ്ങളിലൊക്കെ അസുഖം വന്ന് ചികിത്സിച്ച് കഴിഞ്ഞാൽ ആ അസുഖം കുറേ കാലം മാറിയില്ല എന്നുണ്ടെങ്കിൽ അവരെ നാട് കടത്തുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു മുമ്പ് കാലങ്ങളിൽ. അപ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ശേഷമുള്ള പല ആംഗിളിൽ കൊടുത്ത പല നിർദ്ദേശങ്ങളും മറ്റുമാണ് ഇങ്ങനൊരു രീതിയിലേക്ക് എത്തിച്ചേർന്നത്. ഇപ്പോൾ പ്രശസ്ത ഒരു ഇതുണ്ടല്ലോ, ഏതൊരു അസുഖത്തെയും ഉണ്ടാക്കിയതിന് മുമ്പ് അതിന് മരുന്നുണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത്. ശരിക്കും ആ ഒരു തിയറി തന്നെ മെൻ്റലി ഒരു അസുഖം വന്നാൽ നമുക്ക് ചികിത്സിക്കാം, അത് മാറും എന്നുള്ളതിന് ഏറ്റവും വലിയൊരു പവർ കൊടുത്തൊരു വാചകമാണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ചികിത്സിക്കുന്ന ഡോക്ടറെ പിഴവ് കൊണ്ടോ അല്ലെങ്കിൽ ആ രോഗി പറഞ്ഞ പോലെ അത് ചെയ്യാത്തത് കൊണ്ടോ ആ രോഗം മാറിയില്ലെങ്കിൽ ഒരിക്കലും ചികിത്സ കിട്ടില്ല എന്ന് കരുതി നിന്ന് ആ ഒരു രീതി മാറിയിട്ട് ആ ഒരു ചികിത്സ റെഡിയാകും എന്നുള്ളൊരു രീതിയിലേക്ക് മാറിയവിടെ.
പിന്നെ ഒരു സമൂഹത്തെ കുറിച്ചിട്ട് നമ്മുടെ വ്യക്തിപരമായി നമ്മൾ എത്ര കെയർ ചെയ്താലും, ഇപ്പം നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠങ്ങളെ പേഴ്സണൽ ഹൈജീൻ വളരെ വലിയ ഇമ്പോർട്ടൻ്റ് കൊടുത്തൊരു ഭാഗമായിട്ട് കാണാൻ പറ്റും. നമ്മൾ വ്യക്തിപരമായി ഈ പേഴ്സണൽ ഹൈജീൻ കീപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹവും സോഷ്യൽ വെൽബീയിങ്ങും ഒക്കെ മാറുമ്പോഴാണ് നല്ലൊരു ആരോഗ്യസ്ഥിതി അവിടെ ഉണ്ടാവാൻ സാധിക്കുക. തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ആരോഗ്യ നിർദ്ദേശങ്ങളും പാഠങ്ങളൊക്കെ ഈ ഒരു രീതിയെ കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൽ തന്നെ ഒരു പോയിന്റ് പറയുന്നുണ്ടല്ലോ, ഒരു സ്വഹാബി വയറിന് അസുഖവുമായി ബന്ധപ്പെട്ടിട്ട് തേന് കഴിക്കാൻ പറയുകയും അത് മാറിയില്ല എന്ന് പറയുമ്പോൾ ശേഷം വീണ്ടും കഴിക്കാൻ പറഞ്ഞാൽ 3 വട്ടം പറഞ്ഞിട്ട് മാറില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഈ പിന്നെ അള്ളാഹു പറഞ്ഞത് എന്തായാലും തെറ്റാവില്ല, നിങ്ങൾ ചെയ്ത രീതിയിൽ എഴുതിയ മാറ്റം വരുന്നൊക്കെ പറഞ്ഞ അധ്യാപനങ്ങളെ കാണാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു രീതി, ഒരു ലൈഫ് പ്രിൻസിപ്പൽ, ഒരു പിന്നെ ലൈഫ് അവർ കീപ്പ് ചെയ്തും കെയർ ചെയ്ത് പോയത് കൊണ്ടാണ് ഇങ്ങനൊരു മദീന ഇങ്ങനൊരു ഹെൽത്തി ആയ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഡെവലപ്പ് ആവാനുള്ളൊരു കാരണമായിട്ട്. ലികുല്ലിദാഇൻ അല്ലെങ്കിൽ എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട് എന്ന ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു വചനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അത് എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട് എന്നതിനപ്പുറത്ത് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം തേൻ കൊടുക്കുന്നു, അതുകൊണ്ട് മാറുന്നില്ല, രണ്ടാമതും കൊടുക്കുന്നു, മാറുന്നില്ല, മൂന്നാമതും കൊടുക്കുമ്പോഴാണ് മാറുമ്പോൾ പറയുന്നത് നിങ്ങൾ കഴിക്കേണ്ട രൂപം എങ്ങനെയെന്ന് നിങ്ങൾ പഠിക്കണമെന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഡോസേജ് പോലെയുള്ള അല്ലെങ്കിൽ മെഡിസിൻ പ്രിപ്പറേഷൻ പോലെയുള്ള വ്യത്യസ്ത തലങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പോകുന്നുണ്ട്. അപ്പം എങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു മെഡിസിൻ രീതിയിലും അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അധ്യാപനങ്ങൾ ഇതിനെ സഹായിക്കുന്നുണ്ടാവുക? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ആദ്യമായി ഇതുപോലത്തെ ഒരു സംരംഭം സംഘടിപ്പിച്ചതിൽ അഭിനന്ദനം അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഡോക്ടർ മുസമ്മിൽ, ഡോക്ടർ സഹൽ, മറ്റു ഡോക്ടേഴ്സ്, മറ്റു അധ്യാപകർ, വിദ്യാർത്ഥികൾ. നമ്മൾ പെട്ടെന്ന് തന്നെ വിഷയത്തിലേക്ക് പോയതാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മാറ്റർ തന്നെയാണ് ഹെൽത്ത്. എല്ലാ ദിവസവും ഖുനൂത്തിൽ നമ്മൾ ദ്വാരക്കുന്നുണ്ട്, വഅഫിനി ഫീ മൻ ആഫൈത്, അല്ലാഹുമ്മ ഗ്ഫിർലി വറഹ്മനി വഅഫിനി. ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മളെത്രത്തോളം ഒരു കാര്യം ചോദിക്കുമ്പോൾ നമ്മളും സ്വയം ബോധവാനാവണം. അവിടെയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഇപ്പം നേരത്തെ പറഞ്ഞു, ഒരു ഡോക്ടറെ പറഞ്ഞയച്ചു, മാസങ്ങൾ കൂടെ നിന്നിട്ട് ഒരു പേഷ്യൻറ്റിനെ കിട്ടാതിരുന്നപ്പോഴാണ് ആ ഡോക്ടർ തിരിച്ചു പോകുന്നത് മദീനയിൽ നിന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് രോഗം വരാത്തത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് കൊടുത്ത മറുപടി കൂടി അവിടെ പറയുന്നുണ്ട്. ഒന്ന് പറഞ്ഞത്, ഭക്ഷണം ഇനിയും വേണം എന്ന് തോന്നുമ്പോൾ ഭക്ഷണം നിർത്തും എന്ന് പറയും. നമുക്ക് ഇത്ര ഇപ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിരിക്കുന്നവരാണ്. നമ്മൾ സാധാരണ ശൈലി എങ്ങനെയാണ്? ഇനി പോവില്ല എന്ന് പറയുന്നവരെ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇനി കുറച്ചുകൂടി വേണം എന്ന് പറയുമ്പോൾ നിർത്താനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. അത് ഭക്ഷണത്തിൽ മാത്രം പറഞ്ഞാണ്. നമ്മുടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ശൈലിയെക്കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷമായിൽ പോലത്തെ ആ ഒരു ഉറക്കവും നടത്തവും രാവിലത്തെ സമയങ്ങളും സംസാരവും ചിന്തയും മൈൻഡ് സെറ്റും എല്ലാം കൂടി ഉൾക്കൊള്ളുമ്പോഴേക്ക് രോഗമില്ലാതെ ജീവിക്കാൻ സാധിക്കും. അപ്പോൾ 2 പാർട്ടാണ് ഇവിടെ ഇപ്പോൾ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, എന്തുകൊണ്ടാണ് ഇത് ഇപ്പം സത്യത്തിൽ നമ്മൾ കൂടുതലായിട്ട് രോഗം വരാതെ ജീവിക്കുന്നതിനെക്കുറിച്ച് പഠിച്ച് വരുമ്പോഴേക്ക് നമ്മൾ പഠിക്കുന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അത് ജീവിതശൈലി ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ശരിക്കും ഇപ്പോൾ ആധുനിക സയൻസും പഠിപ്പിക്കുന്നത്. അപ്പം ഒരു പോയിന്റ് പറഞ്ഞത് എല്ലാത്തിനും മരുന്നുണ്ട് എന്നുള്ളത് കൂടെയാണ്. അപ്പോൾ എല്ലാത്തിനും മരുന്നുണ്ടെന്ന് പറയുമ്പോൾ വേറെയും ഹദീസുണ്ട്, അതായത് ഓരോ നാട്ടിലും ആ രോഗത്തിന് മരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ കണ്ടെത്താനും റിസർച്ച് ചെയ്യാനും അതിനുള്ള ശ്രമങ്ങൾ നടത്താനും നാം മുതിരണം. ഇന്ന് ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോവാതെ ഒരു ഒറ്റ കാര്യം പറയുകയാണ്. ഇന്ന് രാവിലെ ഞങ്ങളൊരു യൂറോപ്യൻ ഹെൽത്ത് എക്സ്പേർട്ട് അടക്കമുള്ള ഒരു ഡിസ്കഷനിൽ പറഞ്ഞതാണ്, യൂറോപ്പിൽ അല്ലെങ്കിൽ ലോകത്ത് 10% മാത്രമേ സിസേറിയൻ ആവശ്യമുള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിൽ എല്ലാവരും സിസേറിയൻ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിലൊരു പോയിന്റ് എന്ന് പറഞ്ഞത്,
യഥാർത്ഥ ലൈഫ് സ്റ്റൈലല്ല, യഥാർത്ഥമായ എന്താണ് വേണ്ടത് അതല്ല പ്രചരിക്കപ്പെടുന്നത്. എല്ലാത്തിലും ഒരു ബിസിനസ് കടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള മരുന്നുകളും നമ്മുടെ സൗകര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി റിസർച്ച് നടത്തി നമ്മൾ പ്രകൃതിയിലേക്ക് തിരിച്ചു നടക്കണം എന്നുള്ളത് കൂടിയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇതന്നെയല്ല ഉദ്ദേശിച്ചത്. താങ്ക് യു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരുപാട് മരുന്നുകളെ കുറിച്ച് പറയുന്നുണ്ടാകും. ഇപ്പോൾ ഒലീവ് പറയുന്നുണ്ട്, അജ്വ പറയുന്നുണ്ട്, കരിഞ്ചീരകം പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് മരുന്നുകളെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടാകും. അത് മുറക്കബ അല്ലെങ്കിൽ ഒരുമിപ്പിച്ച് കൊണ്ടുള്ള ഡ്രഗ്സ് കൊണ്ടും പലതും പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മെഡിസിൻസ് പറയുന്ന സമയത്ത് അത് യാഥാർത്ഥ്യത്തിൽ അതിലുള്ള റിസർച്ചുകൾ നടന്നിട്ടുണ്ടോ? അത് ഇക്കാലത്ത് വേണ്ടത്ര രൂപത്തിൽ ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതിന് വേണ്ട റിസർച്ചുകളൊക്കെ കാര്യമായ രൂപത്തിൽ നടക്കാറുണ്ടോ? അങ്ങനെ പറഞ്ഞ പല മെഡിസിൻസായിട്ടും കഴിക്കാൻ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ അതിൻ്റെ റിസർച്ച് നടന്നു നിൽക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് അത്ര രീതിയിൽ പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ അല്ല ഇന്ത്യയിൽ തന്നെ ഈ പ്രശസ്തമായൊരു കണ്ണ് ഹോസ്പിറ്റലുണ്ട്. അവർക്കൊരു മെഡിക്കൽ കോളേജുണ്ട്, പിന്നെ ആയുർവേദ മെഡിക്കൽ കോളേജുണ്ട്. അവർക്ക് കണ്ണിൻ്റെ സ്പെസിഫിക് അവർ കണ്ണാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതിലേറ്റവും സെല്ലിംഗ് ആയിട്ടുള്ള ഒരു ഐ ഡ്രോപ്സ് ഉണ്ട്. ആ ഐ ഡ്രോപ്സിൻ്റെ മെയിൻ കണ്ടൻറ്റ് ഹണിയാണ്. അപ്പോൾ ഈ ഏതൊരു സ്വഹാബി നമ്മുടെ സുറുമ ഇടുന്നത് പോലെ കണ്ണിൽ പിന്നെ ഹണി യൂസ് ചെയ്തായിട്ട് ഒരു ഇതിൽ മാറ്ററിൽ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വൂൺസിൽ മുറിവുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ മുറിവായ സ്ഥലങ്ങളിൽ തേൻ ഉപയോഗിച്ചു എന്നുള്ള ഒരു ഹദീസ് ഉണ്ട്. അത് പിന്നെ ഇപ്പം നമുക്ക് പല സ്ഥലത്ത് നമുക്ക് തന്നെ അറിയാം, പൊള്ളിക്കഴിഞ്ഞാലൊക്കെ നമ്മൾ വേഗം തേൻ എന്തെങ്കിലും എടുത്ത് പറ്റുന്നൊരു രീതിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് സ്റ്റഡീസ് നന്നായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ എന്ന് പറഞ്ഞത് അതൊരു പ്രൊഡക്റ്റായിട്ട് ഇറക്കുന്നതിൽ കുറവാണ്. പക്ഷേ എന്നാലും ഈ പ്രോഫറ്റിക് മെഡിസിൻ പോലത്തെ പ്രൊഡക്റ്റുകൾ ഇറക്കുന്ന സെപ്പറേറ്റ് ഉള്ള ഹലാൽ റെമഡീസ് എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനി അടക്കമുണ്ട്. അപ്പോൾ അത് നമ്മളിതിനെക്കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില പാഠങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഈ പറഞ്ഞ സ്പെസിഫിക്കലി ഇതിലേക്ക് എത്തുന്നത് ഒന്നും ആ ഒരു അസുഖത്തെക്കുറിച്ച് പഠിച്ചു നോക്കുമ്പോൾ അതിലെ ഏറ്റവും നല്ല മെഡിസിനാന്ന് പറഞ്ഞാൽ അങ്ങനെ പോയിട്ട് ഇതിലേക്ക് എത്തുന്ന ഒരു രീതിയുണ്ട്. രണ്ടാമത്തത് ആ മെഡിസിനിലുള്ള കണ്ടന്റ് നോക്കിയിട്ട് എത്തുന്ന രീതിയുണ്ട്. ഇപ്പം നമ്മുടെ ബ്ലാക്ക് സീഡ്, നമ്മുടെ പിന്നെ കരിഞ്ചീരകം, അബദ്ധസ്തത എന്നൊക്കെ പറഞ്ഞ് കാണുന്നത്, അതിനെക്കുറിച്ച് ഒരുപാട് പിന്നെ സ്റ്റഡീസ് നടന്നിട്ട് നന്നായി യൂസ് ചെയ്യുന്നുണ്ട്. പല ആളുകളും ചില വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കരിഞ്ചീരകം ഇട്ട വെള്ളം ഒരു ടാബ്ലുമ വെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഒരു പുതിയ ഇതിൽ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ ഈ കരിഞ്ചീരകം, അതിൽ കരിഞ്ചീരകത്തിൻ്റെ ശരിക്ക് പിന്നെ ടീ ഒക്കെ ഉണ്ട്. കരിഞ്ചീരകത്തിന് ഇൻഫ്യൂസ് ചെയ്ത് കഴിക്കുന്ന ടീ ഉണ്ട്. അപ്പോൾ ഈ കരിഞ്ചീരകത്തിന് ശരിക്കും അതിനൊരു ആക്റ്റീവ് അതിൻ്റെ സ്റ്റഡി പറയുകയാണെങ്കിൽ ട്രോപ്പോക്കിൻ എന്ന് പറഞ്ഞൊരു ഒരു മെയിൻ കണ്ടൻ്റാണ് അതിലുള്ളത്. അപ്പോൾ അത് ക്യാൻസറിന് ഏറ്റവും പിന്നെ എഫക്റ്റീവാണെന്നുള്ള സ്റ്റഡീസ് പിന്നെ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു സ്റ്റഡീസ് ഉണ്ട്. ഈ കോവിഡ് സമയത്ത് അതുപോലെ തന്നെ ഈ കരിഞ്ചീരകം വെച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി സൗദി അറേബ്യയിൽ ചെയ്തിരുന്നു. അതും ഭയങ്കര എഫക്റ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഈ ഒരുപാട് റിസർച്ച് സ്റ്റഡീസ് ഉണ്ട്, അതിൻ്റെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തേനിൻ്റെ വിഷയത്തിലൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ, ഒന്ന് തേൻ ഏറ്റവും അത് ഒരു പ്രിസർവ് ചെയ്യുന്ന സാധനം. നമുക്ക് മെഡിസിൻസൊക്കെ പിന്നെ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രിസർവ് ചെയ്താൽ പറ്റും. ഇപ്പോൾ തേൻ നെല്ലിക്ക നിങ്ങൾ കണ്ടുണ്ടോ? അതുപോലെ തന്നെ വേറൊരു സ്റ്റഡീസ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ആ പറഞ്ഞ അതേ കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ്. രണ്ടാമത്തത് ഈ ഇപ്പം തേനിൽ കൂട്ടിയിട്ട് നമ്മൾ ചില ഹെർബൽ ഐറ്റംസ് കൊടുത്തു കഴിയുമ്പോൾ ബോഡി അബ്സോർബ് ചെയ്യുന്നതിൽ ഭയങ്കര ഒരു ഫാസ്റ്റ് കാണുന്നുണ്ട്. അതുകൊണ്ട് കുറേ മെഡിസിൻസിൻ്റെ ബേസായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹണി യൂസ് ചെയ്യുന്ന രീതി നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ജെയ്ത്തൂൻ്റെ വിഷയം, ജെയ്ത്തൂന് ശരിക്കും ഒരു വിറ്റാമിൻ ഇ കണ്ടൻറ്റ് അധികമുള്ള സാധനം ജെയ്ത്തൂൻ്റെ ബ്രെയിനിന് വേണ്ടിയിട്ട് പിന്നെ ഹെൽത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ടോട്ടൽ ഇപ്പോൾ അറാക്ക് നമ്മുടെ മിസ്വാക്കിന് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപാട് സ്റ്റഡീസ് നടത്തി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റഡീസും നടക്കുന്നുണ്ട്. ഇപ്പോൾ ദുബൈയിലും ഒക്കെ GCC കൺട്രീസ് നടക്കുന്ന ഇൻ്റർനാഷണൽ പ്രോഫറ്റിക് മെഡിസിൻ കോൺഫറൻസ് ഓൺ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറഞ്ഞൊരു കോൺഫറൻസ് എടുക്കലുണ്ട്. അതിൽ ശരിക്കും അവർ നാനോ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനത്തെ പ്രൊഫറ്റ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ
ഐറ്റംസിനെ സ്പെസിഫിക് കണ്ടൻ്റ് ആക്കി മാറ്റിയിട്ടൊക്കെ ചികിത്സ നടത്തുന്ന രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഒന്നുകൂടെ നമ്മുടെ ലൈഫിൽ ശരിക്കും ഇങ്ങനത്തെ ഐറ്റംസ് ഉപയോഗിക്കുന്ന രീതിയും മറ്റൊക്കെ നമ്മളൊന്നും കൂടെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ട് ഇതിൽ. അതിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഇപ്പം പറഞ്ഞു 3 പ്രാവശ്യം ഉപയോഗിക്കുന്ന ഒരു ഹദീസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഡോസേജിൻ്റെ കാര്യത്തിൽ ഇപ്പം ഒരു നമ്മൾ കരിഞ്ജീരകം എന്ന് പറയുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അത് ഏത് അസുഖത്തിന് കൃത്യമായി ഉപയോഗിക്കണം എന്നുള്ളതോ അല്ലെങ്കിൽ എത്ര ഡോസേജ്, ഇപ്പം നമ്മുടെ സാധാരണ മെഡിസിനൊക്കെ എടുക്കുന്ന സമയത്ത് അതിന് ഡോസേജ് ഇങ്ങനെയാണ്, അത് ഇത്ര സമയത്ത് ഇത്ര കാലം എടുത്താലാണ് ഇതിന് മാറുക എന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്ക് റിസർച്ച് നടക്കേണ്ടതില്ലേ ഇനി? എക്സാക്ട്ലി, അങ്ങനത്തെ കാര്യം റിസർച്ച് നടക്കേണ്ട ആവശ്യമാണ്. ഇതിൽ ഇപ്പം ഞാനീ പറഞ്ഞ നാനോ ടെക്നോളജിയിലേക്കൊക്കെ ഒന്നും കൂടി ഇവർ മാറാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ചില ഹെർബൽ ഐറ്റംസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സ്പെസിഫിക് കണ്ടൻസ് അതിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെ ആകുമ്പോൾ അതിനും കൂടി പരിഗണിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു പിന്നെ മെഡിക്കൽ ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്യണത്. ഇപ്പോൾ ഹണീൻ്റെ വിഷയത്തിലായി കഴിഞ്ഞാൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹണി നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ അതിൽ ഈ പിന്നെ ക്യൂൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ഓസ്ട്രേലിയ അവർ നടത്തിയൊരു സ്റ്റഡി പറയുന്നുണ്ട്. അവർ ഈ ഹണീനെ കുറിച്ചിട്ട് അവർ നടത്തിയത് ഒരു മ്യൂക്ക എന്ന് പറഞ്ഞ ഒരു ഹണീൻ്റെ വെറൈറ്റി അവർ യൂസ് ചെയ്യുന്നത് പിന്നെ കണ്ണ് ഐ ഡ്രോപ്സ് ആയിട്ട് അവർ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ സ്റ്റഡീസ് ചെയ്ത് ഈ മൈബോമിയൻ ഗ്ലാൻസിന് കണ്ണിലേക്കൊരു വെറ്റ്നെസ് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ആ സ്റ്റഡീസ് അവർ യൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ ഈ ഒരു ഐറ്റംസ് മെഡിസിൻസ് നമ്മൾ സ്പെസിഫിക് ഡിസീസിനെ നമ്മൾ വെച്ചിട്ട് റിസർച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് എന്ത് ചെയ്യും, എൻഡ് ഓഫ് ദി ടോപ്പിക്കിൽ ബെൻഡ് ചെയ്തിട്ട് അതിൻ്റെ സ്പെസിഫിക് ക്വാണ്ടിറ്റി അവിടെ മെൻഷൻ ചെയ്തെന്ന് വരുന്നുണ്ട്. അതൊക്കെ നല്ല ഹിറ്റേഴ്സാണ്. ഇപ്പോൾ ഈ ഒരു ഇൻ്റർനാഷണൽ എപ്പികൾച്ചർ കോൺഫറൻസ് കുറേ മുമ്പ് ചൈനയിൽ നടന്ന കോൺഫറൻസിന് കുറേ സ്റ്റഡീസ് പറയുന്നുണ്ട് ഹണി ബേസ്ഡ് ആയിട്ടൊക്കെ ഉള്ള. അപ്പോൾ അതിൽ പറഞ്ഞൊരു മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഒരു റുമാനിയൻ ഡോക്ടർ, ആ ഡോക്ടർ ഒരു ഈ കാട്രാക്റ്റിന് ചികിത്സ കൊടുത്തെന്ന്, ആണി വെച്ചിട്ടുള്ള ചികിത്സ കൊടുത്തെന്ന് പറയുന്നുണ്ട് ഐ ഡ്രോപ്സ് ആയിട്ട്. അപ്പോൾ അതിൽ ഒരു 2094 പേരെ പരിശോധിച്ച് 2022 പേർക്ക് അത് മാറി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹണീൻ്റെ ബൈപ്രൊഡക്ട്സിന് നേരത്തെ പറഞ്ഞ പോലെ ഈ ഹണി ഉപയോഗിക്കുന്ന അപ്പം തന്നെ ബൈപ്രൊഡക്റ്റ് ഒരുപാട് സാധനങ്ങളുണ്ട്, റെസിൻസൊക്കെ. അത് ശരിക്കും സ്കിൻ അസുഖങ്ങൾക്ക് ഹെമറോയിഡ് പോലത്തെ പൈൽസ് ഇങ്ങനത്തെ പല അസുഖത്തിനും നന്നായിട്ട് യൂസ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഈ ഒരു അസുഖങ്ങൾക്കനുസരിച്ചും മറ്റും നമ്മൾ ഡീപ്പ് സ്റ്റഡിയിലേക്കോ ചർച്ചയിലേക്കോ പോകുമ്പോൾ അതിൻ്റെ ഡോസേജ് സ്പെസിഫിക് ആയിട്ട് തന്നെ മാറ്റായിട്ട് തന്നെ കാണാം. പക്ഷെ കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ട ആവശ്യമുണ്ട് ഇതിലൊക്കെ. മെഡിസിൻസിൽ പുതിയ പഠനങ്ങൾ എടുക്കുകയും പ്രൊഡക്റ്റുകൾ പുറത്തേക്ക് വരികയും ചെയ്യേണ്ടത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഇനി ട്രീറ്റ്മെൻറ്റുകൾ എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രിവെൻറ്റീവ് മെഡിസിൻ എന്ന രൂപത്തിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അധ്യാപനങ്ങൾ ഏറെ പ്രസക്തമാണ്. ഇപ്പം ഈ ഒരു കാലത്ത് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഏറ്റവും കൂടി വരുന്നൊരു കാലമാണ്. നോൺ കമ്മ്യൂണിക്കൽ ഡിസീസുകളായിട്ടുള്ള അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഏറെ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ലോകത്ത് WHO കണക്കുകൾ പ്രകാരം മരിക്കുന്ന ഒരു മരണകാരണങ്ങളുടെ ആദ്യത്തെ 10 കാരണങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ 7 കാരണവും വരുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ്. ഇന്ത്യയിൽ 50% ആളുകൾ അല്ലെങ്കിൽ 2-ൽ 1 ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നാണ് പുതിയ കാലത്തെ പഠനങ്ങൾ വരുന്നത്. ഇതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഭക്ഷണശീലങ്ങളായാലും എക്സസൈസ് ആയാലും ഉറക്കമായാലും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അധ്യാപനങ്ങളില്ലേ, അതെല്ലാം ഇക്കാലത്ത് ഏറെ പ്രസക്തമാവുന്നില്ലേ? നമ്മൾ തുടങ്ങിയ സമയത്ത് സംസാരിച്ച ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇന്ന് ഏറ്റവും കൂടുതലായി. ഇപ്പം പാൻഡമിക് പോലത്തെ പകർച്ചവ്യാധികളെക്കാൾ കൂടുതൽ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അതായത് 60 വയസ്സിലൊക്കെ 70 വയസ്സിലൊക്കെ പണ്ട് കണ്ടുവന്നിരുന്ന ഷുഗറും പ്രഷറൊക്കെ ഇന്ന് 30-28 വയസ്സിൽ തന്നെ കാണാൻ തുടങ്ങി. നമ്മൾ ചെറുപ്പത്തിൽ എക്സസൈസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഭക്ഷണം ക്രമീകരിക്കേണ്ട ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ഉണ്ടാവേണ്ട ആൾക്കാർ അമിതമായി ഭക്ഷണം കഴിക്കുകയും തീരെ വ്യായാമമില്ലാതെ ജീവിക്കുകയും മൈൻഡ് ഫുള്ള് സങ്കീർണമാവുകയും ചെയ്യുമ്പോഴാണ് ഇത് വരുന്നത്. അപ്പോൾ ഹെൽത്തിൻ്റെ പ്രിവെൻഷൻ പറയുമ്പോൾ, രോഗത്തിൻ്റെ പ്രിവെൻഷൻ പറയുമ്പോൾ അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഭാഗങ്ങൾ പാർട്ട് പറയുമ്പോൾ 3 പാർട്ടായിട്ടാണ് സയൻസ് പറയുന്നത്. 1 ഫുഡ്, 2 ഫിസിക്കൽ ആക്ടിവിറ്റി, 3 മൈൻഡ്. ഈ 3 വിഷയത്തിലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായിട്ടുള്ള പാഠങ്ങൾ നമുക്കുണ്ട്. ആ ഒരു പാഠങ്ങളിലേക്ക് ഡീപ്പായിട്ട് പോകാൻ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 10 വർഷം മുമ്പ് ലൈഫ് സ്റ്റൈൽ കോൺഫറൻസ് മർക്കസ് സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തിയിരുന്നു. അന്ന് 10,000 സംബന്ധിച്ച പരിപാടി കാരന്തൂർ നമ്മളെല്ലാം ഈ 3 പാർട്ടും പഠിപ്പിച്ചു കൊടുത്തു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് രോഗമില്ലാതെയുള്ള ജീവിതശൈലി നമ്മളെ പഠിപ്പിച്ചതെന്നുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിന് ഈ 3 വിഷയത്തിലും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭക്ഷണശീലത്തെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിച്ചത് എന്താണെന്ന് നോക്കിയാൽ ഇപ്പോൾ ബാർലി, ഷയീർ, മാവ് ഷയീർ ഇതൊക്കെ ഹദീസിൽ ഉള്ളതാണ്. നേരത്തെ ഹണി, അതുപോലെ ഡേറ്റ്സ്, ജെയ്ത്തൂൻ, ഒലീവ് ഇതൊക്കെ പറഞ്ഞ പോലെ ഷയീർ ഇത് ഇന്നും ഹെൽത്തി ആയിട്ടാണ്. ഇപ്പോൾ നമ്മളൊരു ഇൻ്റർനാഷണൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റിന് പോയാൽ ഇതൊക്കെ കാണുക. ഇത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള. ഇപ്പോൾ നമ്മളെ നാടുകളിലൊക്കെ ഏറ്റവും നമ്മൾ ആദ്യമൊക്കെ എൻ്റെ വീട്ടിലൊക്കെ നമ്മൾ വെറുതെ കളയുന്ന മധുരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടാറ്റോ, ഇത് 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു ഫൈബർ റിച്ച് ഫുഡായി മാറി. അപ്പോൾ ഈ ഫൈബർ റിച്ച് ഫുഡും ഇങ്ങനത്തെയുള്ള നേരത്തെ പറഞ്ഞ ഐറ്റംസൊക്കെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു. അതേപോലെ പിന്നെ ഞാനിപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ ഡോക്ടറായി ഇറങ്ങിയ ഉടനെ സുലൈമാനിസ്ഥാൻ്റെ അടുത്ത് ഒരു അനുഗ്രഹം വാങ്ങാൻ വേണ്ടി പോയപ്പോൾ സുലൈമാനിസ്ഥാൻ പറഞ്ഞു, പിന്നെ 2-3 കാര്യം പറഞ്ഞു. ഒന്ന് പറഞ്ഞു, വഫാക്കിഹത്തി മിമ്മാ യതഖയ്യറൂൻ വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ. ഞാൻ പഠിച്ചത് ആദ്യം ഫ്രൂട്ട്സ് കഴിക്കണം എന്നാണ്. നിങ്ങളെന്താ പറഞ്ഞത് എനിക്കറിയില്ല. അങ്ങനെ 2-3 കാര്യം പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ വിശന്ന് ലഞ്ചിന് ടൈമായാൽ 1:30 കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയപ്പെട്ട മ്യൂക്കസ് മെംബ്രെയിൻസ് ഉള്ളിലുള്ള നമ്മുടെ ഈ ഏരിയകളൊക്കെ ഒന്നും അസിഡിറ്റി കൂടുന്ന സമയത്ത് അതൊക്കെ ഒന്ന് നോർമലൈസ് ചെയ്യാൻ നമുക്ക് ആവശ്യം സാലഡ്സും ഫ്രൂട്ട്സുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പാഠങ്ങൾ ഖുർആനിലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും നമുക്ക് പഠിക്കാൻ സാധിക്കും. അതുപോലെ മിതമായി കഴിക്കും. നേരത്തെ പറഞ്ഞു, ഇപ്പോൾ 1/3 കഴിക്കാവൂ. 1/3 ഭക്ഷണവും 1/3 വെള്ളവും 1/3 വായു എന്തിനാന്ന് അന്ന് കളിയാക്കിയിരുന്നു എന്ന് പറയുന്നുണ്ട് ചരിത്രത്തിൽ. പിന്നീടാണ് മനസ്സിലായത് ലങ്സിന് വികസിക്കണമെങ്കിൽ ഈ വയറ് ഫുള്ള് നിറച്ചാൽ വികസിക്കാനില്ല, അങ്ങനെ നടക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ഭക്ഷണത്തെക്കുറിച്ച്. അതുപോലെ രാത്രിക്കത്തെ അല്ലാഷ ഖബലൽ ഇഷ, മുത്തബിയുസുന്ന എന്നറിയപ്പെടുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ജീവിതശൈലിയെക്കുറിച്ച് പറയുന്നതാണ്, ഇത്രയും രാത്രിക്കത്തെ ഫുഡ് മാറിയതിന് മുമ്പ് തന്നെ കഴിക്കുമെന്ന്. അത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ജീവിതശൈലിയായിരുന്നു എന്ന് മനസ്സിലാക്കണം. അതുപോലെ പിന്നെ ഒരുപാട് ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ 3 പോയിൻ്റ് പ്രധാനമായി പറയാം. മിതമായി കഴിക്കുക, കൂടുതൽ റോ ഫുഡ്, ഫ്രൂട്ട്സ് മിക്സ് ചെയ്യുക, രാത്രിക്കത്തെ ഫുഡ് നേരത്തെ കഴിക്കുക. അതൊക്കെ നമുക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശൈലിയാണ്. അതുപോലെ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ്സ്, വാക്കിങ്, നടത്തം, സ്വിമ്മിങ്, ഹോഴ്സ് റൈഡിങ്, ഇതൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങളാണ്. അതേപോലെ മൈൻഡിൻ്റെ വിഷയത്തിൽ ഹാപ്പി ആയിരിക്കണം എന്നുള്ളതും ആവശ്യമില്ലാത്തതൊന്നും തലയിൽ കയറി നടത്തരുതെന്നും ആരെയും നിസ്സാരപ്പെടുത്തതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ സാധിക്കും ഹദീസിലും ഖുർആനിലും. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിന ദന്നി ഇന്ന ബഅദ ദന്നി ഇസ്മുൻ. പിന്നും കാണാം ലാ തജസ്സസു. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒന്നും നിങ്ങളൊരാളെ നിസ്സാരപ്പെടുത്തരുത്, ഒരാളെ താത്തിക്കെട്ടരുത്, ഒരാളെ ആവശ്യമില്ലാതെ നിങ്ങൾ എന്തെങ്കിലും അവരെക്കുറിച്ച് മോശമായി ധരിക്കരുത്. ഇതൊക്കെ നമ്മുടെ മനസ്സിനെയാണ്. ഇന്നിപ്പോൾ ഒരു ടെൻഷനില്ല. ഞങ്ങളിപ്പോൾ വെൽനസ് ഡയഗ്രീസിൽ ഈ ഡീടോക്സ് കൊടുക്കും മൈൻഡിൻ്റെ കാര്യമായിരുന്നു വെച്ചാൽ ഫോർഗിവിനെസ് തെറാപ്പി. വിട്ടുകൊടുക്കുക, പുറത്തു കൊടുക്കുക. ആരൊക്കെ എന്തോ ചെയ്തോ ഇത് അവർക്കൊക്കെ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അത് തെറാപ്പിയാണ്. അതേപോലെ എന്താ പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി, നന്ദി പറയാം. ഇതൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ശൈലികൾ. അതൊക്കെ മനസ്സിൻ്റെ ഹെൽത്താണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ മറ്റൊന്ന് ലാസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ റൂട്ടീൻ, നേരത്തെ ഉറങ്ങുക എന്നുള്ളത് എത്രത്തോളം പ്രാധാന്യമാണ് എന്നുള്ളത് ഇപ്പം ഈ കണ്ടുവരുന്ന ഹാർട്ട് അറ്റാക്കുകളും മറ്റുള്ള പെട്ടെന്നുള്ള ഒരുപാട് അസുഖങ്ങൾ കാരണം ഇതുപോലത്തെ ലൈഫ് സ്റ്റൈൽ എന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ നേരത്തെ ഉറങ്ങണം എന്നുള്ളതും 4 മണി മുതൽ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, നേരത്തെ തുടങ്ങിയിട്ടുള്ള ജീവിതശൈലി അത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചതാണ്. അതാണ് അങ്ങനെ ആ ജീവിതശൈലി ഭക്ഷണത്തിലും മൂവ്മെൻറ്റ്സിലും മനസ്സിലും ആ റൂട്ടീനിലും വരുമ്പോഴേക്ക് കൃത്യമായിട്ട് ആ അനുധാവനം ചെയ്യുമ്പോഴേക്ക് നമ്മളെ ലൈഫിൽ പിന്നെ മരുന്നിൻ്റെ ആവശ്യമില്ലാത്തൊരവസ്ഥ വരും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭക്ഷണശീലങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം ബാർലി അടങ്ങിയ ഭക്ഷണങ്ങൾ ഒന്നുണ്ടാകും, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഒരു ഭക്ഷണങ്ങൾ ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ പാല്, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ മറ്റൊരു ഭാഗത്ത്, അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള കാരക്ക അടങ്ങിയ ഭക്ഷണങ്ങൾ മറ്റൊന്ന്, ഒപ്പം വെള്ളവും ഉണ്ടാകും, ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം. ഇങ്ങനെ ഒരു ബാലൻസ്ഡ് ഡയറ്റിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പോകുന്നത് കാണാം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യത്യസ്ത ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിലും അതിലെല്ലാം ഒരു ബാലൻസ്ഡ് ഡയറ്റിന് അല്ലെങ്കിൽ അതിന് കൂടി പ്രോത്സാഹിപ്പിക്കുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ?
കൃത്യമായി പറഞ്ഞത് സത്യമാണ്. കാരണം പിന്നെ ഇന്ന് ഇപ്പോൾ ഡയബറ്റീസൊക്കെ കൂടി വരുന്ന കാലമാണല്ലോ. ഇപ്പോൾ കാർബ് കുറഞ്ഞ ഭക്ഷണമാണ് എല്ലാവർക്കും വേണം. അന്നജം കുറഞ്ഞതുണ്ടോ എന്ന് അന്വേഷിച്ച് എടുക്കണം. അപ്പോഴാണ് നമുക്ക് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ എന്ത് പുട്ടേനി എന്തൊരു നീലല്ലേ ബ്രൗണ്ട് പുട്ട്, അതിൽ കുറച്ച് ഇതുണ്ട്. അപ്പം പിന്നെ കുറച്ച് കാർബുണ്ട്, അല്ല കുറച്ച് ഫൈബറുണ്ട്, ലോ കാർബായിട്ടുള്ള. അതേ സമയത്ത് ഈ മുത്താറി, ബാർലി ഇതൊക്കെ ഇന്ന് നേരത്തെ അത് ആർക്കും ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ അത് കോമണായി വരികയാണ്. ഇത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച ഭക്ഷണങ്ങളാണ്. മാവ് ഷൈറിനെ കുറിച്ച് ഹദീസിൽ ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതേപോലെയാണ് ഒരു ഇറച്ചി കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് ഇളവൻ, ചുരങ്ങ പോലത്തെ ആ ഒരു ജലാംശം കൂടുതലുള്ള വെജിറ്റബിൾസ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഹദീസിലൊക്കെ അത് പറയുന്നുണ്ട്. അതിന് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഹൈദരാബാദിൽ പഠിക്കുമ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും പരിപ്പിൻ്റെ കൂടെ ഈ ബീഫും അതുപോലെ ഇളവൻ പോലെ ചുരങ്ങ പോലത്തെ ഒരു സാധനം ഉണ്ട്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അത്. ശരിക്കും ഈ ഇറച്ചി കൊണ്ടുണ്ടാക്കുന്ന ഉഷ്ണം ആ കൂടെ കഴിക്കുന്ന ഇളവൻ അല്ലെങ്കിൽ വെള്ളേരിയോ ചുരങ്ങ ഇങ്ങനത്തെ നമ്മൾ വെള്ളക്കറികളെന്നോ ഇതൊക്കെ പറയാറുണ്ട്. അതോടുകൂടി അവിടെ ബാലൻസിങ് നടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വലിയൊരു പാഠവിഷയമാണ്. നമുക്ക് വീണ്ടും ഒരുപാട് ചെറിയ സമയത്ത് സംസാരിക്കേണ്ട വിഷയമല്ല. ഒരുപാട് റിസർച്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഏരിയകളുണ്ട്. ഇപ്പോൾ പിന്നെ ഹാറും റത്തബും യാബിസും, ഹാറും ബാരിദും റത്തബും യാബിസും, ഇങ്ങനെ ഒരു ബാലൻസിങ് സംഭവം. ഒരു ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മൾ ഹെൽത്ത് ക്ലാസ്സിലൊക്കെ ചോദിക്കും, പിന്നെ എന്താണ് കുറേ ഇറച്ചി കഴിച്ചാൽ അത്ര തന്നെ എടുത്ത് ഉപ്പേരികളോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെയുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സുകളോ മറ്റോ കഴിച്ചിട്ട് ബാലൻസ് അപ്പം തന്നെ ബാലൻസ് ചെയ്താലോ. അങ്ങനെയാണ് കുറച്ച് ഒരു ഉച്ചക്ക് കുറച്ച് ഇറച്ചി കൂടുതൽ കഴിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ബാലൻസിങ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ഹദീസിൽ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാരക്ക കഴിക്കുന്ന സമയത്ത് അതിനോടൊപ്പം ഒരു കക്കിരി കൂടി കഴിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് ഹദീസുകൾ കാണാം. അത് ചൂടുള്ള കാരക്കയെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തണുപ്പുള്ള ഒരു കക്കിരി കൂടി ഉൾപ്പെടുത്താറുണ്ട് എന്നുള്ളത്. ഇതുപോലെ ലവിസിയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഭക്ഷണത്തിലാണെങ്കിലും അല്ലെങ്കിൽ വ്യായാമങ്ങളിലാണെങ്കിലും എല്ലാത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകകളുണ്ട്. ഇനി നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകളിൽ മാത്രമല്ല, കമ്മ്യൂണിക്കബിൾ ഡിസീസുകളിലേക്ക് പോവുകയാണെങ്കിൽ, പകർച്ചവ്യാധികളിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ അതിൽ പലതരത്തിലുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇപ്പോൾ പ്ലേഗ് വന്ന കാലത്ത് പ്ലേഗ് വന്ന നാടുകളിലേക്ക് നിങ്ങൾ പോകരുത്, അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറയുന്നുണ്ട്. ഇനി തുമ്മുന്ന സമയത്ത് നിങ്ങൾ പിന്നെ വായ പിടിക്കണമെന്ന് പറയുന്നത് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ് ട്രാൻസ്ഫർ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ തുടങ്ങി ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രതിരോധ മാർഗ്ഗങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രിവെൻറ്റീവ് മെഷറാണ് ഹൈജീൻ എന്നുള്ളത്. വ്യക്തി ശുചിത്വവും പബ്ലിക് ഹൈജീനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടാവുക? നമ്മൾ ഈ ഒരു വ്യക്തിൻ്റെ ആരോഗ്യം തീരുമാനിക്കുന്നതിൽ ഇമ്മ്യൂണിറ്റി ഒക്കെയാണ് ഏറ്റവും വലിയ ഒരു ഘടകമെങ്കിലും അവർ കീപ്പ് ചെയ്യുന്ന ഹൈജീന്, വൃത്തി ഏറ്റവും വലിയൊരു ഫാക്ടറാണ് ഇതിൽ. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു കൃത്യതയില്ലായ്മ, അതിൻ്റെ ഒരു ശരിക്കുള്ള അപ്രോച്ചിലല്ലാതെ വെക്കുമ്പോൾ നമുക്ക് തിരികെ അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഭക്ഷണത്തിൻ്റെ വിഷയത്തിലൊക്കെ ഏത് രീതിയിലായി കഴിഞ്ഞാലും. അപ്പോൾ അതിൽ ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് രീതികളുണ്ട്. ഭക്ഷണം, ഇപ്പം നേരത്തെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിനെ പറ്റി പറഞ്ഞതുണ്ട്, കിടക്കുന്നതിനെ പറ്റി പറഞ്ഞതുണ്ട്. ഈ ഭക്ഷണം കഴിക്കുന്നതിലൊരു പോയിന്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ വലത് കൈ കൊണ്ട് കഴിക്കണം എന്നുള്ളത് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ കുറേ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്, പല റിസർച്ച് സ്റ്റഡീസും. അതിലൊരു സ്റ്റഡിയിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ഈ പിന്നെ ദഹനം വലത് കൈയിൽ നിന്ന് തുടങ്ങുമെന്ന് പറയുന്നൊരു സ്റ്റഡി കണ്ടിട്ടുണ്ട് അതിൽ. അപ്പോൾ അതിനെ സയൻറ്റിഫിക്കലി എത്രത്തോളം എന്നോട് ആധികാരികത ഉറപ്പെടുത്തും കൂടി. അങ്ങനെ കുറേ സ്റ്റഡീസ് നടന്നിട്ടുണ്ട് ഒരുപാട്. ഇപ്പോൾ ഈ മിസ്വാക്ക് ചെയ്യുന്ന പറ്റിയിട്ട് ശരിക്ക് 5 നേരം നിർബന്ധമാക്കുമായിരുന്നു എന്നുള്ളൊരു പഠനം ശരിക്കും നിങ്ങൾക്ക് എൻ്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാവുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നിർബന്ധമാക്കുമായിരുന്നു എന്നുള്ളത്. മാത്രമല്ല അതിൽ അങ്ങനത്തെ രീതിയൊക്കെ ആ ഒരു കാര്യം പറഞ്ഞ കൂടെ തന്നെ ആ മിസ്വാക്ക് പിടിക്കുന്ന രീതി അടക്കം പറഞ്ഞിട്ടുണ്ട് ഇതിലൊക്കെ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത്ര ഒരു ബ്രഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ വായ ക്ലീനാക്കുന്നത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്? ഒന്നും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പിന്നെ ഡൈജഷൻ, ദഹനം തുടങ്ങുന്നൊരു മെയിൻ ഏരിയയാണ് വായ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വയറിനെ സംബന്ധിച്ച് കഴിഞ്ഞാലും ഇപ്പോൾ വായനെ സംബന്ധിച്ചൊക്കെ നമ്മൾ എന്ത് നല്ല ഭക്ഷണം കഴിച്ചാലും അത് മൗത്ത് ക്ലീൻ അല്ല അല്ലെങ്കിൽ നമ്മുടെ ദഹനം റെഡി അല്ല എന്നുണ്ടെങ്കിൽ അതിനൊരു ഫലം കിട്ടൂല ശരിക്ക്.
ഇപ്പോൾ അധിക ചികിത്സകൾ ഏറ്റവും പുതിയ ഗട്ട് ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ ഏറ്റവും ട്രെൻഡിങ് ആയ ചികിത്സാ രീതികൾ നമ്മൾ നോക്കുമ്പോൾ ആദ്യം അവർ ചെയ്യുക എന്താ വെച്ചാൽ വയറ് ക്ലീൻ ആക്കും ഒക്കെ ചെയ്യുന്ന രീതിയുള്ളത്, ഗട്ട് ക്ലീൻ ആക്കുന്ന ട്രിക്കാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ട്രിക്ക് അവരെന്നെ പറയുന്നത് എന്താ വെച്ചാൽ ശരിക്കും ഭക്ഷണം ദഹിച്ച് ശരീരത്തിലേക്ക് എടുത്താൽ മാത്രമല്ലേ അതിൻ്റെ ഫലം കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം മരുന്നും അങ്ങനെ ദഹിച്ചിട്ട് നമ്മുടെ ബോഡിയിലേക്ക് കയറണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഒരു കണ്ടാമിനേഷനോ ഒരു മിസ്റ്റേക്കോ ആവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നേരത്തെ നമ്മുടെ തേനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെയൊക്കെ വയറ് ക്ലീൻ ആക്കാനും അതുപോലെ തന്നെ ഈ മിസ്വാക്കിനെ കുറിച്ചൊക്കെ ഇത്ര പ്രാധാന്യം കൊടുക്കാനുള്ളൊരു കാരണം അതായിരിക്കും. പിന്നെ ബ്രീത്തിങ്ങിൻ്റെ വിഷയം കഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾ ചില ആളുകളൊക്കെ ഈ വായിൽ നമുക്ക് തന്നെ അറിയാം, ചില സമയം നമ്മൾ ഉറങ്ങി നീറ്റാലും അതല്ലെങ്കിൽ അത് കുറേ സംസാരിക്കുകയും ചെയ്താലൊക്കെ നമുക്ക് വായിലൊരു പുളിപ്പ് അനുഭവപ്പെടും. അപ്പം അങ്ങനത്തെ കുറേ ഐറ്റം അത് ക്ലീനാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് മെൻ്റലിയും സംസാരിക്കാനായാലും ഒക്കെ നമുക്ക് നല്ലൊരു ഉന്മേഷം കിട്ടുന്ന രീതിയാണിത്. അപ്പോൾ ഞാൻ കുറേ സ്റ്റഡീസ് അങ്ങനെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ അറാക്കാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് മിസ്വാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അറാക്കിനെ കുറിച്ചുള്ള ഒരുപാട് സ്റ്റഡീസ് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഒരു സിലിക്കൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട് തേക്കുമ്പോൾ നമ്മുടെ ഇത് ക്ലീൻ പോകാൻ, പ്ലാക്ക് റിമൂവ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഇന്ന് ലോകത്തിറക്കുന്ന ഏറ്റവും നല്ല ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്ന അതിൽ ഉൾപ്പെടുത്തുന്ന കണ്ടൻറ്റുകളടക്കം എന്തിലുണ്ട്, ഈ അറാക്കിലുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് രീതി. ഇപ്പോൾ ഇതേപോലെ തന്നെ കിടക്കുന്നതിനെ പറ്റി പറഞ്ഞ സ്ഥലത്ത് പറയും, ഇപ്പോൾ വലതുഭാഗം ചെരിഞ്ഞ് കിടക്കണം എന്ന് പറയും. അപ്പോൾ അത് ഡൈജഷന് ഏറ്റവും നല്ലൊരു പോസ്റ്ററാണെന്ന് പറയുന്നുണ്ട്, വലതുഭാഗം ചെരിഞ്ഞ് കിടക്കുന്നൊക്കെ. ഇങ്ങനെ ഒരുപാട് രീതികൾ. അപ്പോൾ ഈ മുസ്ലിം ഈ പറഞ്ഞ പേഴ്സണൽ ഹൈജീൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ അസുഖം വരാതെക്കാനും നമുക്കൊരു ഫോം ഓഫ് ലൈഫാണല്ലോ. അപ്പോൾ അതിൽ പറഞ്ഞ ഒരുപാട് ഘടകങ്ങൾ നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ഈ വെള്ള വസ്ത്രം നല്ലതാണെന്നുള്ള ഒരു ഇത്. അപ്പോൾ അതിൻ്റെ ഈ കളറിൻ്റെ ഒരു തിയറി പറയുന്നുണ്ട്, ഈ വൈറ്റ് എപ്പോഴും ഹീറ്റ് റിമൂവ് ചെയ്യുക ചെയ്യാം, ബ്ലാക്ക് എപ്പോഴും ഹീറ്റ് അബ്സോർബ് ചെയ്യുക ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരു മോഡേൺ ലേറ്റസ്റ്റ് ടെക്നിക്ക് അല്ലെങ്കിൽ സുഖകരമായൊരു ജീവിക്കണമെന്ന് പറയുന്ന പല കാര്യങ്ങളും ഇപ്പുറത്ത് നമുക്ക് അതിൻ്റെ ഒരു ഒരു പകർപ്പ് പല വിഷയവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു വേ ഓഫ് ലൈഫ് തന്നെയാണ് ഇതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗമായിട്ട് കാണുന്നത്. നിസ്കാരം പോലെയുള്ള കാര്യങ്ങൾ ആത്മീയമായിട്ടാണെങ്കിൽ കൂടി അതൊരു എക്സസൈസ് പോലെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ചലനങ്ങൾ കൂടിയാണ് അതിലൂടെ സാധ്യമാക്കുന്നത്. അങ്ങനെ തുടങ്ങിയ ജീവിതത്തിലെ ഓരോ കാര്യത്തിലും ഇപ്പം ഗഡ് ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് മുന്തിരി വെള്ളത്തിലിട്ട് വെക്കുമായിരുന്നു, രാവിലെ അത് കുടിക്കുമായിരുന്നു എന്നുള്ള ഹദീസുകളിലുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം തിങ്കളാഴ്ചകളും വ്യാഴ്ചകളും നോമ്പ് സുന്നത്താണ്, അല്ലെങ്കിൽ റമദാൻ എന്നുള്ളൊരു മാസം തന്നെ നോമ്പിന് സുന്നത്തുണ്ട്, അല്ലെങ്കിൽ സുന്നത്തിൻ്റെ ആയിട്ടുള്ള നോമ്പുകൾ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ടാവും? സാധാരണ നോമ്പ് മാസം വന്നാൽ നമ്മളെല്ലാവരും പ്രസംഗിക്കുന്ന മാറ്ററാണ് നോമ്പിൻ്റെ ഫാസ്റ്റിങ്ങിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ അതിലേക്ക് ഞാൻ ഡീപ്പായി പോകുന്നില്ല. ഇന്നലെ ഒരു ബുക്ക് വായിച്ചപ്പോൾ റോബിൻ ശർമ്മയുടെ ഒരു ബുക്കിൽ ഫാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു ചാപ്റ്ററായി ഞാൻ വായിച്ചു. അപ്പോൾ ഈ ഇൻ്റർമീഡിയൻ്റ് വീക്കിലി പല ആൾക്കാരും ഇത് നമ്മൾ ശരിക്കും ഇസ്ലാമിൽ സുന്നത്താണെങ്കിലും ഒരുപാട് മുതിർന്ന അല്ലെങ്കിൽ ഒരുപാട് വലിയ വലിയ ആൾക്കാരൊക്കെ എല്ലാ മതസ്ഥരും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ശരീരത്തിൽ ഡീടോക്സിഫിക്കേഷൻ നടക്കും. ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഡീടോക്സ് എന്ന് പറഞ്ഞാൽ വലിയ ടൂറിസമായി മാറിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ എല്ലാം ഒരു അനലൈസിസ് ചെയ്താൽ ഓരോ ഫോസ്ഫറസ് എത്രയാണ്, വിറ്റമിൻ ഡി എത്രയാണ്, ഇതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ എത്രത്തോളം ശരീരത്തിൽ വേസ്റ്റ് ആയിട്ടുള്ള സാധനം ഉണ്ട് ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ കൂടുതലായിരിക്കും. കാരണം നേരത്തെ കേരളത്തിലെ ഒരു സ്റ്റഡി തന്നെ എടുത്തപ്പോൾ ഒരു ഉദാഹരണം വെച്ച് പറഞ്ഞാൽ 15 ഗ്രാമാണ് നമുക്ക് അനുവദിക്കപ്പെട്ട ഉപ്പെങ്കിൽ ഒരു ദിവസം ഓരോരുത്തരും 25 ഗ്രാം കഴിക്കേണ്ടതെന്നുള്ള. അതുപോലെ 10 ഗ്രാമാണ് പഞ്ചസാര നമുക്ക് അനുവദിക്കപ്പെട്ടതെങ്കിൽ ഓരോരുത്തരും 25 അത് ഇരട്ടി കഴിക്കുന്നുണ്ടെന്നുള്ളതാണ് കണക്ക്. അതിനർത്ഥം എന്താണ്? ഇത് അനുവദിക്കപ്പെട്ടതെന്ന് വെച്ചാൽ ഗവൺമെൻറ് അനുവദിച്ചല്ല കേട്ടോ, നമ്മുടെ ഹെൽത്തിനനുസരിച്ച് എത്ര തിന്നണം എന്നുള്ളത് അതിലധികം എല്ലാവരും കഴിക്കണം. അപ്പോൾ അതൊക്കെ ശരീരത്തിൽ ഒരുമിച്ച് കൂടി ടോക്സിനായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ഡീടോക്സ് എന്നുള്ള സംഭവം വരുന്നത്. ഈ ഡീടോക്സ് നടക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം ഫാസ്റ്റിംഗ് ആണ്. അപ്പം അത് ചെയ്യുമ്പോൾ മൈൻഡിനാണെങ്കിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ റിസൾട്ട് വരുന്നത്, കൂടെ നമ്മുടെ ഗട്ട് ക്ലീൻ ആവാനും അത് നിലക്കുള്ള ഒരു കംപ്ലീറ്റ്ലി ഒരു സർവീസ് പോലെ നമ്മുടെ വണ്ടികളൊക്കെ നമുക്ക് സർവീസ് ചെയ്യാറുണ്ട്. സർവീസ് സമയം വൈകി കഴിഞ്ഞാൽ എൻജിന് കേടുവരാറുണ്ട്.
അപ്പോൾ അത് വരാതിരിക്കാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുന്ന ശരീരമാണ്. ആ ശരീരത്തിൻ്റെ ഒരു ഡീടോക്സും സർവീസ് നടത്താൻ ഫാസ്റ്റിങ്ങിനേക്കാൾ വലിയ നല്ലൊരു വേറെ ഇല്ലയെന്ന് തന്നെ പറയാം. നേരത്തെ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളുടെ കേസിൽ ഇപ്പം ഗ്ലൂക്കോസ് കൂടിയിട്ട് അപ്പോൾ അത് ഒരു മെറ്റബോളിക് ഷിഫ്റ്റ് വരികയും ആ ഗ്ലൂക്കോസിൻ്റെ അളവ് ഗ്ലൈക്കോജനിൽ നിന്ന് തിരിച്ച് ഗ്ലൈക്കോസിസ് നടക്കുന്ന പ്രോസസ്സൊക്കെ ഇതിൽ നടക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ്. ഏറ്റവും കൂടുതലായിട്ട് ഈ കൊളസ്ട്രോളും ഈ പറയപ്പെട്ട ഡയബറ്റീസിൻ്റെ ഗ്ലൂക്കോസൊക്കെ കുറയാനും ഓരോ പാർട്ട് തന്നെ. ഇപ്പോൾ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ വലിയൊരു ചാപ്റ്ററാണ്. അതിന് ഡീപ്പായി പഠിക്കും. ഇതുപോലത്തെ ഒരുപാട് ഏരിയകൾ ശരീരത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. 2016 നോബൽ പ്രൈസ് ഫിസിയോളജിയിൽ അല്ലെങ്കിൽ മെഡിക്കൽ വിഭാഗത്തിൽ നോബൽ പ്രൈസ് കിട്ടുന്നത് ഈ ഓട്ടോഫേജി എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനാണ്. അതായത് ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യത്യസ്ത തരത്തിലുള്ള ക്യാൻസർ സെല്ല് അടക്കമുള്ള വ്യത്യസ്ത സെല്ലുകളെ ഡീജനറേറ്റ് ചെയ്യുകയും പുതിയ സെല്ലുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ഇങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ഒരുപാട് തലത്തിൽ നമ്മുടെ സ്വാധീനിക്കുന്നുണ്ട്. നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സാമൂഹികപരമായിട്ട് കൂടി നോക്കുന്ന സമയത്ത് അങ്ങനെ കൂടി ഉണ്ടല്ലോ, സാമൂഹികപരമായിട്ടുള്ളൊരു സോഷ്യൽ സ്ട്രക്ചർ കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്യാതറിങ്സ്, ഇപ്പോൾ ജുമാ പോലെയുള്ള ഗ്യാതറിങ്സ് ആണെങ്കിലും, ഇപ്പം ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞത് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടാക്കുന്നില്ലേ? ഒരുപാട് കാര്യങ്ങൾ. അതായത് ഇപ്പം തന്നെ 5 പ്രാവശ്യം നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു സംഭവമല്ലേ. നമുക്ക് വേറെ ആർക്കാണ് ആ ഒരു ചാൻസ് ഉള്ളത്? ഒരു മീറ്റിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനിപ്പോൾ ഇന്ന് തന്നെ എനിക്ക് രാവിലെ 9 മുതൽ ഇതുവരെ ഇപ്പോൾ ഞാൻ ഒരു ശരിക്കും വേറൊരു കാരണം പറഞ്ഞ് ഇറങ്ങിപ്പോന്നാ. ആകെ ഇറങ്ങാനുള്ള നിസ്കരിക്കാൻ പോവുക എന്ന് പറയുമ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടണം. 5 സമയം കിട്ടല്ലേ? അത് വലിയൊരു. അതുപോലെ നിസ്കരിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ മുഖം കഴുകുന്നു, വൃത്തിയാക്കുന്നു. നേരത്തെ പറഞ്ഞ പേഴ്സണൽ ഹൈജീൻ, അന്നവാഫത്തു ഷത്തുറുൽ ഈമാൻ. അപ്പോൾ ഈ പേഴ്സണൽ ഹൈജീനും സോഷ്യൽ ഹൈജീനും പോലത്തിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന, സമൂഹത്തിന് മൊത്തത്തിൽ ഗുണം ലഭിക്കുന്ന ഒരുപാട് അധ്യാപനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ജീവിത ശൈലിയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം പറഞ്ഞ പോലെ പിന്നെ ഒരുപാട് ഇപ്പോൾ നമ്മൾ വേൾഡ് സഞ്ചരിക്കുന്ന സമയത്ത് തന്നെ ഈ നമ്മൾ ഓരോ നാടുകളിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഇസ്ലാമിക് കൾച്ചർ കാണുമ്പോൾ ഇത്ര ഒരു സൗന്ദര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പം നേരത്തെ പറഞ്ഞ ഗ്യാതറിങ്, ആ നൃത്തം, ആ ഒരു മടം പൊപ്പിച്ചുള്ള നൃത്തം, ഇതൊക്കെ നമ്മൾ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളുകയും ഇത് ചെയ്യുന്ന കാര്യങ്ങൾ ആരെങ്കിലും കാണാൻ അല്ലാത്ത രൂപത്തിൽ, ഇപ്പോൾ പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ എല്ലാ വക്തിനും പള്ളിയിൽ വരുന്നു, പക്ഷെ നാട്ടിൽ പോകുമ്പോൾ പള്ളിയിൽ പോകുന്നില്ല. അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ നമ്മുടെ മൈൻഡിൽ അത് റൂട്ടീനായി കഴിയുമ്പോഴേക്ക് നമ്മൾ നാട്ടിലാണെങ്കിൽ പോലും ഇനി യാത്രയാണെങ്കിൽ പോലും സമയമാകുമ്പോഴേക്ക് പള്ളിയിൽ എത്താനുള്ള ഒരു മനസ്സ്, ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ലഭിക്കാനും ഈ പറയപ്പെട്ട മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ജീവിതശൈലി നമുക്കും നമ്മുടെ ടീമിനും. ഞാൻ ഒറ്റൊരു ക്ലോസ് ചെയ്യുന്ന ഒരു അനുഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ എൻ്റെ അടുത്ത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം, അത് ഇപ്പം വലിയ വ്യക്തിത്വമാണ്, അന്നിങ്ങനെ വളർന്നു വരുന്നൊരു കാലമാണ്. ഒരു 30-32 വയസ്സിൽ വിളിച്ചു, ഒരു ദിവസം ഫോണിൽ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് 450 ഷുഗർ കാണുന്നുണ്ട്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇനി മരണം വരെ മരുന്ന് കുടിക്കണം. അപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, 2 ഓപ്ഷൻ ഉണ്ട്, മരുന്ന് കുടിക്കാം, ഇനി വേറൊരു ഓപ്ഷൻ ഉണ്ട്, അതെന്താണെന്ന് ചോദിച്ചു. അത് ഫോണിൽ പറയില്ല, അങ്ങോട്ട് വരികയെന്ന്. അദ്ദേഹം കുറച്ച് ദൂരെയായിരുന്നു, വണ്ടി വിളിച്ചു വന്നപ്പോൾ ഈ ഷുഗർ കൂടാനുള്ള 3 വിഷയത്തെക്കുറിച്ച് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. എന്ത് വേണം? ഒന്ന്, ഈ ഗ്ലൈക്കോജൻ യൂട്ടിലൈസ് ചെയ്യപ്പെടണം, അപ്പോൾ അതിൻ്റെ ചലനം നടക്കണം. അപ്പോൾ എക്സസൈസിനൊരു മാർഗം പഠിപ്പിച്ചു കൊടുത്തു. കാർബ് കുറക്കണം. അപ്പോൾ എന്തൊക്കെയുണ്ട്? ചെറുപയറും കടലയും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒരുപാട് ഐറ്റംസ് നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അരിയുടെ അളവ് കുറക്കണം, അതിനുള്ള വഴി പഠിപ്പിച്ചു കൊടുത്തു. 3-മതോ, ടെൻഷൻ ആവരുത്. അത് പഠിക്കുന്ന കാലത്താണെങ്കിലും, ഇനി ബിസിനസ് ഓണർ ആണെങ്കിലും, ഇനി മാനേജർ ആണെങ്കിലും, അത് ജോലിക്കാരനാണെങ്കിലും ഡെലിഗേഷൻ നടക്കണം, കൃത്യസമയത്ത് ഉറങ്ങണം, റൂട്ടീൻ ക്ലിയർ ആയിരിക്കണം. ഇത് അദ്ദേഹം കുറച്ചൊരു പ്രഷറുള്ള ആളായിരുന്നു ജോലിയിൽ. അതൊക്കെ ഒന്ന് കൃത്യമായി റൂട്ടായി കൊടുത്തു. എന്നിട്ട് ഫോളോ അപ്പ് നടത്തി. അങ്ങനെ 1 മാസം കൊണ്ട് മരുന്നൊക്കെ നിർത്തി. പിന്നീട് എന്താ സംഭവിച്ചത്? ആ കൃത്യമായ ഫോളോ അപ്പിലൂടെ അദ്ദേഹം ഇന്നൊരു അറിയപ്പെട്ട ഒരു പ്രഭാഷകനാണ് കേരളത്തിലെ. അങ്ങനത്തെ കുറേ അനുഭവം എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട്, 1-2 ഒന്നല്ല. പറഞ്ഞു വരുന്നത്, അദ്ദേഹം ഇപ്പോൾ ഒരു 10 വർഷത്തിന് ശേഷം എന്നോട് പറഞ്ഞു, ശരിക്കും അന്ന് ഈ ഷുഗർ ഉണ്ടായത് എനിക്ക് അനുഗ്രഹമായിരുന്നു. അന്ന് മുതൽ എൻ്റെ വീട്ടിൽ കൃത്യമായ ഒരു ഭക്ഷണത്തിന് ശൈലി വന്നു. ഞാൻ മാറിയപ്പോഴേക്കും വീട്ടിൽ കുട്ടികൾ മാറി, ഫാമിലി മാറി, ഉമ്മ മാറി, ഉപ്പ മാറി. ഞാൻ രാവിലെ എങ്ങനെ എക്സസൈസ് ചെയ്യുമ്പോഴേക്ക് മക്കൾ കാണുകയാണ്. ഞാൻ രാവിലെ എൻ്റെ റൂട്ടീൻ ഒരു കൃത്യമായ വായനയും
ഖുറാനും എൻ്റെ ഒരു ശൈലി മാറിയപ്പോഴേക്ക് വീട്ടിൽ ശൈലി മാറി. അപ്പോൾ എൻ്റെ പ്രസംഗത്തിലൊക്കെ ഇപ്പോൾ ഹെൽത്ത് വരാൻ തുടങ്ങി. അപ്പോൾ ഈ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനങ്ങൾ തന്നെയാണ് ഹെൽത്തിലും നമ്മളിപ്പോൾ പറഞ്ഞു വരുമ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനം തന്നെയാണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഷുഗർ വന്നതോടുകൂടി എനിക്ക് ഈ പറയപ്പെട്ട എക്സസൈസിലും ഫുഡിലും മൈൻഡിലൊക്കെ മാറ്റങ്ങൾ വരുന്നു, ഞാൻ അതിൻ്റെ ഒരു പ്രചാരകനായി മാറി എന്ന് പറഞ്ഞത് ഓർമ്മിക്കുകയാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ വലിയ തലത്തിൽ പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനും കഴിയുന്ന ഒരു മേഖലയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ ഡോക്ടേഴ്സും കൂടി ഉണ്ട്. ഇപ്പോൾ എപ്പോഴും നമ്മൾ ഓതുന്നൊരു ആയത്തുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ കുലു വഷ്റബു വലാ തുസ്രിഫു എന്നുള്ളതല്ല, അത് പിന്നെ നമുക്കറിയാം അല്ലേ. കുലു മിന ത്വയ്യിബാത്തി, പിന്നെ ആയത്ത് ഓതിട്ട് പറയാൻ പോയാണ് അറിയില്ല. നല്ലത് കഴിക്കണം എന്നുള്ളതാ അഫിദങ്ങളിലെ ബക്കറയിൽ യാ അയ്യുഹല്ലദീന യാ അയ്യുഹന്നാസു, പിന്നെ കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാക്കും വഷ്കുറുല്ലാഹി, അതിൻ്റെ മുമ്പത്തെ യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, പെട്ടെന്ന് കിട്ടാവുന്ന കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ. ഹലാൽ എന്നുള്ളത് ആരാ പറയേണ്ടത്? ഉസ്താദ്മാർ പറഞ്ഞിട്ട്. ത്വയ്യിബ് ആരാ പറയേണ്ടത്? ഡോക്ടേഴ്സ് പറയും. നിങ്ങൾ രണ്ടും പറയാം അല്ലേ, മാഷാ അല്ലാഹ്. അപ്പം ആ ത്വയ്യിബ് ഏതാന്നുള്ളൊരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണം. എന്ത് കഴിക്കുമ്പോൾ ഇത് എനിക്ക് ശരീരത്തിന് നല്ലതാണ്. എന്തെങ്കിലും പോയിട്ട് ആരെങ്കിലും ഉണ്ടാക്കി കൊടുത്ത 50 പൈസയുടെ ചോക്ലേറ്റ് എന്താണ് ഒരു എവിടുന്ന് അതിൻ്റെ ഒറിജിൻ നമുക്കറിയില്ല, അത് കഴിക്കാൻ പാടില്ല. നമുക്ക് അറിയുന്നത് ബോധ്യപ്പെട്ടത് നല്ലതാണെന്ന് തോന്നുന്നത് മാത്രം കഴിക്കാനുള്ള മൈൻഡ് സെറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ടാക്കാൻ സാധിക്കും, നമുക്കത് പ്രചരിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ കൂടുതൽ പ്രചരിപ്പിക്കാനും എല്ലാ ദിവസവും നമ്മൾ ദ്വാരക്കുന്നുണ്ടെങ്കിലും ആ ഒരു വാഫിനി ഫിമൻ ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ആ ആഫിയത്ത്, ആ ഹെൽത്ത് മരണം വരെ ഏറ്റവും ശക്തമായ മനുഷ്യൻ അല്ലെ എന്ത് ചോദിക്കണം എന്ന് ഒരു ഹദീസിൽ പറയുന്നുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ഞാൻ എന്താണ് പഠിച്ചോട് ചോദിക്കേണ്ടത്? സരില്ലാഹിൽ ആഫിയ എന്ന് പറഞ്ഞു, ആഫിയത്ത് ചോദിക്കാൻ. അപ്പോൾ ആഫിയത്ത് നമ്മൾ 2 പ്രാവശ്യം എല്ലാ ദിവസവും ചോദിക്കുന്നുണ്ട്, അതിലധികം ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് ഉൾക്കൊണ്ടുകൊണ്ട് അതിന് പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വലിയ വിപ്ലവം, വെൽനസ് റെവല്യൂഷൻ എന്നൊക്കെ പറയാം. വെൽനസ് എന്ന് പറയുമ്പോൾ ഹെൽത്തിന് മേലെയാണ്, രോഗമില്ലാതെ ജീവിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ വെൽനസ് റെവല്യൂഷൻ നമുക്ക് സാധിക്കും. എല്ലാ ആശംസകളും അറിയിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹ്. ബേസിക്കലി ഞാനൊരു വർക്ക് ചെയ്യുന്നൊരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലൂടെയാണ്. അതുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റുകളെ കുറിച്ചൊക്കെ ഒന്നുകൂടി ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞു പോയത്. അപ്പോൾ നമ്മൾ കാണുന്ന ട്രെൻഡ്, നമ്മൾ ഏറ്റവും നല്ല കമ്പനി കുറിച്ച് നമ്മൾ പഠിക്കുമല്ലോ എപ്പോഴും, അവരെന്ത് പ്രൊഡക്റ്റ് ഇറക്കുന്നത്, എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇപ്പുറത്ത് നമ്മളിങ്ങനെ വായിക്കുന്ന പല കാര്യങ്ങളും അവർ ഇംപ്ലിമെൻ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ മെഡിസിൻസ് ആയിട്ടുള്ള സാധനങ്ങളായി കഴിഞ്ഞാലും ലൈഫ് സ്റ്റൈൽ, ഇപ്പോൾ UK ഈ പ്രൊഫറ്റിക് മെഡിസിൻ്റെ കോഴ്സുകളുണ്ട്. അത് കഴിഞ്ഞ ആളുകൾ അവർ കപ്പിങ് പോലത്തേക്കും ഹിജാമ അതിലേക്കും അതുപോലെ തന്നെ സ്പെസിഫിക്കലി തിയറികളിലേക്ക് മാത്രം ഇറങ്ങിയിട്ട് അവർ അതിൻ്റെ കോച്ചിങ്ങും അതിൻ്റെ ട്രെയിനിങ്ങും കൺസൾട്ടേഷനും കൊടുത്ത് ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് മേഖലകൾ റിസർച്ചുകളും ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊരു കൂട്ടമായ ഒരു റിസർച്ച് സ്കോളേഴ്സും ഡോക്ടേഴ്സും ഫാർമസ്യൂട്ടിക്കൽ അക്കാഡമീഷ്യൻ ടീംസൊക്കെ കൂടിയിട്ടുള്ളൊരു ചർച്ചകളും അതിൻ്റെ റിസർച്ച് ടീമൊക്കെ സെറ്റായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇതൊക്കെ നമ്മൾ തിയറികളൊക്കെ പലപ്പോഴും പറയുകയും ആളുകൾക്ക് ഈസി കൺസംഷൻ ഈ എഡിബിൾ ആണ് രൂപത്തിലേക്ക് നമ്മൾ ആക്കും കൂടി ചെയ്യണമല്ലോ, അപ്പോഴും മാത്രം അതൊക്കെ സസ്റ്റൈൻ നിലനിൽക്കുള്ളൂ. അപ്പോൾ അതിലേക്കും കൂടി കൂടുതൽ ചർച്ചകളൊക്കെ വരട്ടെ. എന്തായാലും ഈ ഒരു ചർച്ചയ്ക്ക് അതിൻ്റെ ഒരു തുടക്കമാട്ടെ എന്ന് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് ഹെൽത്തിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളും നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇവിടെ എത്തിച്ചേർന്ന തിരക്കുകൾക്കിടയിലും മീറ്റിങ്ങുകൾക്കിടയിലും വന്നതാണ് UK ശരീഫ് ഡോക്ടർക്കും അതുപോലെ തന്നെ മുസമ്മിൽ യൂനിസ് ഡോക്ടർക്കും എല്ലാവിധ നന്ദിയും മീമിൻ്റെ ഭാഗത്ത് നിന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.